സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ മൂന്നാറിൽ തോട്ടം തൊഴിലാളികളുടെ ഫോണിലേക്ക് എത്തുന്ന മെസ്സേജ് തൊഴിലാളികൾക്ക് തലവേദനയാകുന്നു. ബാങ്ക് അക്കൗണ്ട് തടയപ്പെട്ടിരിക്കുന്നുവെന്നും ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് സന്ദേശം എത്തുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഫോണിലുള്ള മുഴുവൻ കോൺടാക്ട് നമ്പറുകളിലേക്കും ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യപ്പെടുന്നുവെന്ന് തൊഴിലാളികൾ പറയുന്നു. ബാങ്ക് അയച്ച സന്ദേശമല്ല ഇതെന്ന് അധികൃതർ പറയുന്നുവെന്നും ഇത്തരം സന്ദേശങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള തട്ടിപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളതാണോ എന്ന സംശയവും തൊഴിലാളികൾ പങ്കുവച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ പേരിൽ മൂന്നാറിൽ തോട്ടം തൊഴിലാളികളുടെ വാട്സാപ്പ് നമ്പറുകളിലേക്കാണ് സന്ദേശം എത്തിയിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ട് തടയപ്പെട്ടിരിക്കുന്നുവെന്നും ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്നുമാണ് വാട്സാപ്പ് സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. എന്നാൽ ഈ സന്ദേശത്തിൽ ക്ലിക്ക് ചെയ്താൽ ഫോണിലുള്ള മുഴുവൻ കോൺടാക്ട് നമ്പറുകളിലേക്കും ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യപ്പെടുന്നുവെന്ന് തൊഴിലാളികൾ പറയുന്നു. ബാങ്ക് അയച്ച സന്ദേശമല്ല ഇതെന്ന് അധികൃതർ പറയുന്നുവെന്നും ഇത്തരം സന്ദേശങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള തട്ടിപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളതാണോ എന്ന സംശയവും തൊഴിലാളികൾ പങ്കുവച്ചു. நான் அனுப்புனதா ஸ்டேட் பேங்க்ல இருந்து ஒரு லிங்க் இந்த மாதிரி உங்க ஆதார் அப்டேட் பண்ணுங்கன்னு சொல்லி ஒரு லிங்க் அனுப்பியிருக்கு. அது நான் என்னுடைய கான்டாக்ட் உள்ள எல்லா நண்பர்களுக்கும் எல்லா உறவினர்களுக்கும் கான்டாக்ட் உள்ளவங்க எல்லாருக்கும் போயிருக்கு. அந்த லிங்கை யாரும் தொட வேணாம். அதை தொட்டுனீங்கன்னா அதை ஹேக் பண்றவங்க வந்து நம்ம அக்கௌண்ட் உள்ள பைசாவை மிஸ்யூஸ் பண்றதுக்கு வாய்ப்பு இருக்குது. വാട്സപ്പ് സന്ദേശത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മറ്റു കോൺടാക്റ്റുകളിലേക്ക് സമാന സന്ദേശം പോകുന്നത് ആളുകളെ വെട്ടിലാക്കിയിട്ടുണ്ട്. സന്ദേശം തുറക്കാൻ ശ്രമിക്കുമ്പോൾ ചിലരുടെ ഫോൺ തനിയെ സ്വിച്ച് ഓഫ് ആയി പോകുന്നതും ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്നും അക്കൗണ്ട് ബ്ലോക്കായി എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ എത്തിയാൽ ചതിയിൽപ്പെടാതെ നേരിട്ട് ബാങ്കിലെത്തി സംശയ ദൂരീകരണം നടത്തണമെന്നും ബാങ്കിംഗ് മേഖലയിലുള്ളവരും പറയുന്നു. സിറ്റി വിഷൻ, മൂന്നാർ.